ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ ഒരിടം വരെ പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ഏതാ സ്ഥലം എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടന്മാരുടെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ടും കമ്പ്യൂട്ടർ നോക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നേരത്തെ കാലത്ത് ഒരുക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ റെഡിയാകാൻ നിന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകാൻ വെച്ചാൽ അക്കാക്കൊരു കല്യാണമുണ്ട്. അത് പറയണമല്ലോ ഇങ്ങടയിൽ. അപ്പോൾ ഞങ്ങൾക്കാണ്, എനിക്കും കുട്ടികൾക്കും ഉമ്മാക്കൊക്കെ ഇന്ന് ലീവാണ്. അപ്പോൾ ഇക്കാക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ ഇക്ക പോയി കേട്ടാ. അപ്പോൾ ഇക്ക പോയി വന്നിട്ട് ഇപ്പോൾ നമ്മൾ പുറപ്പെടാൻ ഒരുങ്ങി ആ സ്ഥലത്തേക്ക് പോകും. പിന്നെ എൻ്റെ കണ്ണും വലുതായി തോന്നുന്നുണ്ടോ? എന്താണെന്നറിയില്ല, ഞാൻ സംസാരിക്കുന്ന ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ ക്ഷമിക്ക് കേട്ടോളി നിങ്ങളെല്ലാവരും. എന്താണെന്നറിയില്ല അങ്ങനെ ആവണേ. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ പിരുകും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് കണ്ണും ഇങ്ങനെ ആവുക. അപ്പം ഇനിയിപ്പോൾ ഒക്കെ വരട്ടെ, വെയിറ്റിംഗ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഒക്കെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എത്തി കേട്ടോ. അപ്പോൾ ഞാനും കുട്ടികളൊക്കെ വേഗം താഴെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ കോയമ്പത്തൂർക്ക് പോകുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇക്കാക്ക് ഒരാളെ കാണാണ്ട് അവിടെ, അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, രാവിലെ എല്ലാ പണികളൊക്കെ ചടപടയെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയി വരാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ രാവിലെ പോയാൽ രാത്രി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഞായറാഴ്ചക്കായ ഒഴിവുള്ള ദിവസങ്ങളിൽ ഒന്ന് പോയി വരും, അല്ലാണ്ട് അധികം വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കുറേ ദിവസം നിൽക്കല് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് നിന്നതാണ് ഞാൻ കുട്ടികളുടെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഉമ്മിച്ചിൻ്റെ അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നതാണ്. അപ്പോഴൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. പിന്നെ ശരി എന്നാൽ പറഞ്ഞിട്ട് കാൻ്റെപ്പോൾ കോയമ്പത്തൂർക്ക് പോകുക കേട്ടോ. അപ്പോൾ ഞാനും കുട്ടികളും ഒക്കെ അങ്ങോട്ട് കയറിക്കണം. അപ്പോൾ നമ്മുടെ അല്ലൂസ് അവിടെ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. എന്താണ് പറഞ്ഞാൽ ആൾക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ ഈ ഗേറ്റ് അടക്കലും തുറക്കലൊക്കെ. അപ്പോൾ ചില ദിവസങ്ങൾക്ക് ആൾക്ക് ചെറിയൊരു മടി വരും കേട്ടോ. വണ്ടി കയറിയിരുന്നു നമ്മുടെ ചെറുത് അങ്ങോട്ട് ഉറങ്ങി കേട്ടോ. ഉറക്കം ഇങ്ങനെ വേണ്ടായിരുന്ന ആളങ്ങനെ ഉറങ്ങി. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ അല്ലൂസായിരിക്കും ഉറങ്ങണം കേട്ടോ. അപ്പം ഇങ്ങനെ പോയോണ്ടിരിക്കുക. അപ്പോൾ കോയമ്പത്തൂരിൻ്റെ അങ്ങോട്ട് അങ്ങനെ പോയോണ്ടിരിക്കട്ടെ. ടോളൊക്കെ കുറച്ചുകൂടെ അങ്ങോട്ട് എത്തും തോന്നണു. അപ്പോൾ അങ്ങനെ വണ്ടി പോയോണ്ടേ ഇരിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ അർജുനെ കാണാണ്ടായിട്ട് ഇന്നിപ്പോൾ 13 ദിവസമൊക്കെ ആയില്ലേ. 13 ദിവസമൊക്കെ ആയിക്കണല്ലേ. എന്താ പറയുക, അള്ളാൻ്റെ നമുക്കൊക്കെ പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും ആ ചെറുപ്പക്കാരനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്താൻ കിട്ടണേന്നാണ്. അടിയൊഴുക്ക് നല്ല ഉള്ളത് കൊണ്ട് അതിനെ കാട്ടി അപ്പുറമായി നിൽക്കുകയല്ലേ. അതും ഒരു വല്ലാണ്ട് ഒരു സങ്കടം. അപ്പോൾ നമ്മൾ ഏകദേശം ആ കോയമ്പത്തൂരിൻ്റെ സ്ഥലത്തൊക്കെ പോകാനുള്ള ആളുടെ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുക കേട്ടോ. ഇനിയും ആശാനും എണീച്ചിട്ടില്ല കേട്ടോ, നല്ല ഉറക്കത്തിലല്ലേ. കുറേ നേരമായിരിക്കണം, നല്ല ഉറക്കത്തിലാട്ടോ. ഇനിയിപ്പോൾ അവിടെ എത്തിയാലും എണീക്കില്ല തോന്നുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ എൻ്റെ കാണാനുള്ള ആളിനെ കണ്ടു, സംസാരിച്ച് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പാലുണ്ടല്ലോ, തടാകത്തിൻ്റെ അവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഇന്നപ്പോഴത്തേക്കും നമ്മുടെ അങ്കൂട്ട എണീച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എണീച്ചത് ആൾക്ക് വിശക്കണേന്ന് പറഞ്ഞിട്ടാണ് എണീച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് വിശക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കണം കേട്ടോ ആൾ. അപ്പോൾ അതിൻ്റെ ഒരു വിശപ്പാവുന്നു. അപ്പോൾ ഇനി വെക്കാനേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരു കട കണ്ടാൽ നിർത്തിയിട്ട് ബിസ്ക്കറ്റ് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തടാകം കണ്ടിട്ട് ചോദിക്കണത് ഏതാപ്പോൾ സ്ഥലം എന്ന്, ഇതെവിടെയാണ് നമ്മൾ കടലെത്തിയോന്ന്. അപ്പോൾ അതൊന്നും അല്ല, അവിടെ ചിരിച്ചിട്ട് പിന്നെ അവനക്കുള്ള ബിസ്ക്കറ്റ് മേടിക്കാൻ പോയി. അതൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് അവർക്ക് അങ്ങോട്ട് കഴിക്കാനൊക്കെ കൊടുത്തു. പിന്നെ ഭക്ഷണമൊക്കെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചതിന് പിന്നെ ഇരുട്ടായി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുട്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കർട്ടനൊക്കെ ഇട്ടത് കൊണ്ട് വെളിച്ചമൊക്കെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ അല്ലൂസ് ഒരേ ഫോൺ നോണ്ടല്ലോ കേട്ടോ. അപ്പം ഇനി ഈ യാത്രയിലെങ്കിലും ഫോൺ നോണ്ടല്ലേ ചെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ അവരവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ വീടെത്തി കേട്ടോ. ഒരു 8-8:30 ആയി കേട്ടോ വീടെത്താൻ. അപ്പോൾ ആകെ കഴിഞ്ഞ് വീടെത്തി, ഭക്ഷണമൊക്കെ കഴിച്ചതിനു കുട്ടികൾ ഇതാ അവിടെ ഉണ്ട്. ഇനി അവർ പഠിക്കാൻ അങ്ങോട്ട് ഇരിക്കുക കേട്ടോ ഇരുന്ന്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് എഴുതാനൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ അതൊക്കെ അങ്ങനെ എഴുതാനും പിടിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ പഠിക്കാൻ വേണ്ടി അവർ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ വന്ന് ഭക്ഷണം ഞാൻ ഉക്കി എല്ലാവരും വേവിച്ചതിന് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പഠിക്കാൻ അങ്ങോട്ട് കൂത്തിയിരുന്ന ഇനിയിപ്പോൾ ഉറങ്ങണ വരെ അതിനോടൊപ്പം തന്നെ അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒന്ന് ടാറ്റ പറഞ്ഞിട്ട് പോകാൻ വെച്ചിട്ടാണ്. ഇനി കാണും വരക്കും ടാറ്റ.